എന്റെ പ്രിയമുള്ളവരെ, അതാ ഹിറ എന്ന് പറയുന്ന ഗുഹയിൽ നിന്നും അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ നിൽക്കുമ്പോൾ അതാ കടന്നു വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതാ കടന്നു വരികയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അതാ ജിബ്രീലിനെ കാണുമ്പോൾ തന്നെ ഹബീബായ തങ്ങൾ അതാ പേടിച്ച് വിറയ്ക്കുകയാണ്. എന്നിട്ടതാ ഹബീബായ തങ്ങളോട് പറയുകയാണ്, ഞാൻ ശത്രുവല്ല നബിയേ, യാ റസൂലല്ലാഹ്, ഞാൻ ശത്രുവല്ല നബിയേ, ഞാൻ അവിടെ നിന്നും അങ്ങേ ഉപദ്രവിക്കാൻ വന്നതല്ല, ഞാൻ അല്ലാഹുവിന്റെ മലക്കാണ് നബിയേ, യാ റസൂലല്ലാഹ്. അങ്ങനെ അതാ ഹിറ എന്ന് പറയുന്ന ഗുഹയിലേക്ക് കടന്നു വന്നിട്ട് അതാ ഹബീബായ തങ്ങൾക്ക് അടുത്തേക്ക് അതാ ആയത്തിറക്കുന്നു, ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, അങ്ങ് വായിക്കുക നബിയേ, യാ റസൂലല്ലാഹ്, അങ്ങ് വായിക്കുക നബിയേ. അതാ ഹബീബായ തങ്ങൾ അങ്ങനെ വായിക്കുകയാണ്. അങ്ങനെ അതാ പേടിച്ച് വിറച്ചുകൊണ്ട് ഭയഹലായിട്ട് അതാ പേടിച്ച് വിറച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ ഹിറ എന്ന് പറയുന്ന ഗുഹയിൽ നിന്നും ഇറങ്ങി ഓടുകയാണ്. എന്നിട്ട് തന്റെ താങ്ങായ, തന്റെ തണലായ, തന്റെ സഹായിയായ, തന്റെ സഹധർമ്മിണിയായ, തന്റെ ഭാര്യയായ മഹദി ഖദീജ ബീവിയുടെ അടുക്കലേക്ക് അതാ റസൂലുള്ളാഹി തങ്ങളെ അതാ പേടിച്ച് വിറച്ചുകൊണ്ട് ഭയഹലനായിട്ട് കടന്നു വന്നിട്ട് അതാ വിറയ്ക്കുന്ന ചുണ്ടുകളോടെ ഹബീബായ തങ്ങൾ പറയുകയാണ്, സമ്മിലൂനി 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 യാ ഖദീജ, എന്നെ പുതപ്പിക്കൂ ഖദീജ, എന്നെ പുതപ്പിക്കൂ ഖദീജ, എനിക്ക് വല്ലാതെ പേടിയാകുന്നു ഖദീജ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞപ്പോൾ അതാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞപ്പോൾ അതാ ഖദീജ ബീവി ഒന്നും മിണ്ടുന്നില്ല, ഒന്നും ചോദിക്കാനോ പറയാനോ നിന്നില്ല. എന്നിട്ടതാ കമ്പിളി പുതപ്പെടുത്ത് കൊണ്ടുവന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുതപ്പ് മൂടി കൊടുക്കുകയാ. എന്നിട്ടതാ ഹബീബായ തങ്ങളെ അതാ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ അതാ ഹബീബായ തങ്ങളതാ പേടിച്ച് വിറച്ചുകൊണ്ട് കിടന്നുറങ്ങുമ്പോൾ അതാ വീണ്ടും വരുന്നു. അതാ ഏഴാനാകാശത്ത് നിന്നും ചിറകിട്ടടിച്ചുകൊണ്ട് വാനലോകങ്ങളെ കീറിമുറിച്ചുകൊണ്ട് അതാ തന്റെ 600 ചിറകുകളും ഭൂമിയുടെ വിധാനത്തേക്ക് വിതച്ചുകൊണ്ട് അതാ വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് കടന്നു വരുന്നു. നസലുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതാ കടന്നു വരുന്നു. എന്നിട്ടതാ പേടിച്ച് വിറച്ചുകൊണ്ട് ഭയഹലായിട്ട് കിടന്നുറങ്ങുന്ന പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അതാ ഹബീബായ തങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് പറയുന്നു, യാ അയ്യുഹൽ മുദ്ദസ്സിർ, ഹേ പുതച്ച് മൂടി കിടന്നുറങ്ങുന്ന പ്രവാചക, കും എഴുന്നേൽക്ക്, കുംബീദിനില്ല, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി അങ്ങ് എഴുന്നേൽക്കുക മുഹമ്മദ് നബിയെ. എന്നിട്ട് അക്രമികാരികളായ, അഹങ്കാരികളായ, ധിക്കാരികളായ, തെമ്മാടികളായ ഖുറൈശി തമ്പുരാക്കന്മാരുടെ ഇടയിലേക്ക് കടന്നു പോകൂ നബിയേ. അങ്ങനെ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ജിബ്രീൽ പറയുകയാണ്, ഫഅൻദിർ, അങ്ങ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കണേ നബിയെ, ഫഅൻദിർ അശീറതകൽ അക്രമീൻ, അങ്ങയുടെ അടുത്ത കുടുംബാദികൾക്കും ജനങ്ങൾക്കും അങ്ങ് മുന്നറിയിപ്പ് നൽകണേ. ഏകനായ ഇലാഹിനെ മാത്രം ആരാധിക്കുക, അല്ലാതെ ഖുറൈശി തമ്പുരാക്കന്മാരുടെ വിഗ്രഹാരാധന പാടില്ല. അവർ അക്രമികാരികളാണ് നബിയെ, അവർ അഹങ്കാരികളാണ് നബിയെ, അവർ തെമ്മാടികളാണ് നബിയെ, അവർ സ്വേച്ഛാധിപതികളാണ് നബിയെ. എന്നിട്ടതാ ഹബീബായ തങ്ങളതാ ഖുറൈശി തമ്പുരാക്കന്മാരുടെ ഇടയിലേക്ക് കടന്നു ചെന്നിട്ട് അതാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖുറൈശി തമ്പുരാക്കന്മാരുടെ ഇടയിലേക്ക് കടന്നു ചെന്നിട്ട് പറയുന്നു, ഇന്നാ ഖലഖനാകും മിൻ ദക്രിൻ വ ഉൻസാ, ആണിൽ നിന്നും പെണ്ണിൽ നിന്നും അല്ലാഹു മനുഷ്യനെ പടച്ചെടുത്തിരിക്കുന്നു. അതേ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പച്ചമണ്ണിൽ നിന്നാണ് പടച്ചെടുത്തത്. എന്നിട്ടെന്തേ നിങ്ങളെ അല്ലാഹു പല ഗോത്ര വിഭാഗക്കാരാക്കിയത്? നിങ്ങളെ എന്തുകൊണ്ടാണ് അല്ലാഹു പല ഗോത്ര വിഭാഗക്കാരാക്കിയത്?
വജഅൽനാകും ശുഊബൻ ഫിൽ ഖബായില തഅറഫു, നിങ്ങളെ എന്തിനാണ് പല ഗോത്രവിഭാഗക്കാരാക്കിയത്? നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. നിങ്ങളെ പല ഗോത്രവിഭാഗക്കാരാക്കിയത് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഇലാഹായ റബ്ബുൽ ഇസ്സത്ത്, ഏകനായ ജല്ല ജലാലായ റബ്ബ് നിങ്ങളെ പല ഗോത്രവിഭാഗക്കാരാക്കിയത്. എന്നിട്ടതാ അല്ലാഹുവിന്റെ റസൂലതാ മഹാനായ അനസ് ഇബ്നു മാലിക് തങ്ങൾ പറയുകയാണ്, അതാ ഒരു ദിവസം ഞങ്ങൾക്കതാ പ്രഭാഷണം നടത്തി തന്നു. ആരാണ് പ്രഭാഷണം നടത്തിയത്? എന്തോ ഒരു പ്രഭാഷണമായിരുന്നു എന്നറിയോ? അതാ ലോകത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത, ലോകത്തിൽ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത ഒരു പ്രഭാഷണം നടത്തി. എന്റെ പ്രിയമുള്ളവരെ, 2 ദിവസം നീണ്ടു നിന്ന പ്രഭാഷണം. ആരാണ് പ്രഭാഷണം നടത്തിയത്? അതാ ആരാണ് പ്രഭാഷണം നടത്തിയത്? സഫാ മറയിലെ പ്രഭാഷകനെ, സയ്യിദുൽ ഖൗനൈൻ നബിയുൽ ഹറമൈൻ വസീലതുനാ ഫിദ്ദാറൈൻ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ ഒരു പ്രഭാഷണം നടത്തിക്കൊടുത്തു. ലോകത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത പ്രഭാഷണമായിരുന്നു അത്. ഖബറിനെ പറ്റി പറഞ്ഞു, സ്വഭാവത്തെ പറ്റി പറഞ്ഞു, ഇഹലോകത്തെ പറ്റി പറഞ്ഞു, സ്വർഗത്തെ പറ്റി പറഞ്ഞു, നരകത്തെ പറ്റി പറഞ്ഞു. ഖബറിനെ പറ്റിയാണ് ആദ്യം പറഞ്ഞത്. മേടയ്ക്ക് പകരം മാളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സുമാന. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. അങ്ങനെ അതാ റസൂലുള്ളാഹി തങ്ങളതാ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു.